അറിവിന്നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. നിങ്ങളെ ഭർത്താവിനടുത്ത ഖിദ്മത്തിനെ, നിങ്ങളെ ഭർത്താവിന് ചെയ്യുന്ന സേവനങ്ങളെ നിങ്ങൾ ഒരിക്കലും എടുത്തു പറയാൻ പാടില്ല. ഒരിക്കലും നിങ്ങളത് എടുത്തു പറയാൻ പാടില്ല. നിങ്ങൾക്കന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്കിന്ന് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് ഞാൻ പ്രയാസങ്ങൾ സഹിച്ചത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തില് അവൾ ചെയ്തു പോയ പ്രവർത്തനങ്ങളെ എടുത്തു പറയുന്ന സ്വഭാവമുണ്ടോ? ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന. അവര് സ്വർഗത്തിൽ കടക്കൂല. അങ്ങനെ കണ്ടു സാറേ, അങ്ങനെ കണ്ട് ഭർത്താവിനടുത്ത ഖിദ്മത്ത് ഇങ്ങനെ എടുത്തു പറയാ ചില ആളുകളെ സ്വഭാവമാണ്. ഭർത്താവിന്റെ അടുത്ത് ഖിദ്മത്തെ ഞാൻ രാവിലെ അത് ചെയ്തില്ലേ, നിങ്ങളെ ഡ്രസ്സാരാ അലക്കി തരുന്നത്, നിങ്ങളെ ഡ്രസ്സാരാ ഇസ്തിരി തരുന്നത്, നിങ്ങളെ ചെരുപ്പാരാ കഴുകിക്കണേ, നിങ്ങളെ വാഹനാരാ കഴുകിക്കണത്, നിങ്ങൾക്കാരാ ഭക്ഷണം ആക്കി തരുന്നത്, നിങ്ങളെ മക്കളാരാ പോറ്റി വളർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ തസ്ബീഹ്മാലെടുത്ത് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങും. ഭർത്താവിന് ഏത് ഖിദ്മത്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. നിർത്തണം, നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ല. എടുത്ത ഖിദ്മത്ത് ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല. നിങ്ങൾക്കേ ഞാനല്ലേ അതൊക്കെ ചെയ്തെന്നത്, എന്നിട്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് സ്നേഹമില്ല. ചില ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഉണ്ടെങ്കിൽ നിർത്തണം. ചെയ്തു പോയ ഭർത്താവിനടുത്ത ഖിദ്മത്തുകൾ ഇങ്ങനെ എടുത്തു പറയുന്ന പെണ്ണെ മഞ്ഞാന എന്ന സ്വഭാവത്തിൽപ്പെട്ട പെണ്ണാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭർത്താക്കന്മാര് വേണമെങ്കിൽ ആമയും പറഞ്ഞോളി, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭർത്താവ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ നിൽക്കരുത്, എനിക്ക് ഞാൻ അത് വാങ്ങി തന്നില്ലേ, എനിക്ക് ഇത് വാങ്ങി തന്നില്ലേ, ചെയ്തു പോയ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് ആരാ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തു പോയ പ്രവർത്തനങ്ങളെ, ചെയ്തു പോയ നന്മകളെ എടുത്തു പറയുന്ന പെണ്ണുണ്ടെങ്കിലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട വിഷയം മഹാനായ സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അവർ ഒരിക്കലും തന്നെ ഒരു ഭാര്യയാവാൻ യോഗ്യതയില്ലാത്തവരാണ്. പിന്നെ അവരാരാ? ഭാര്യയാണ്. പക്ഷെ യഥാർത്ഥ ഒരു ഭാര്യയുടെ റോൾ മോഡലിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നാണ്. അവരെത്തിയിട്ടില്ല. ഏത് നേരം തലയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ലേ എങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സ്വഭാവം പാടില്ല, അത് നിർത്തണമെന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ പാടില്ല. ഭർത്താക്കന്മാര് നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ചെയ്തു പോയ നന്മകൾ ഇങ്ങനെ എടുത്തു പറയരുത്. ചെയ്തു പോയ നന്മകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അത് നിർത്തണം പ്രിയപ്പെട്ടവരെ. അത് മന്നാനയുടെ സ്വഭാവമാണ്. അത് മന്നാനയുടെ സ്വഭാവമാണ്. മന്നാനയുടെ സ്വഭാവമുള്ള പെണ്ണെ നിനക്കൊരു ഭാര്യയാവാനുള്ള അവകാശമില്ല മോളെ. നിനക്കൊരു സ്വാലിഹായ ഉമ്മയാവാൻ, നിനക്ക് ആ വീട്ടിലെ പ്രകാശമുള്ള വിളക്കായി മാറാൻ അവകാശമില്ല എന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നിന്നെ കല്യാണം കഴിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? ആ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് എടുക്കാനല്ലേ?
ആ ഭർത്താവിന് വേണ്ടി സേവനം ചെയ്യാനല്ലേ, ആ ഭർത്താവിന് വേണ്ടി ഖിദ്മത്തെടുക്കാനല്ലേ മോളെ. പിന്നെ എവിടെയാണ് മോളെ, പിന്നെ എവിടെയാണ് പൊന്നുമോളെ? നിന്റെ ഭർത്താവിന്റെ അടുത്ത ഖിദ്മത്തിൽ നീ വിളിച്ചു പറയേണ്ട ആവശ്യം എന്തിനാ? നിന്റെ ഇക്കയുടെ വസ്ത്രം മലക്കി കൊടുക്കേണ്ടത് നിന്റെ ജോലിയല്ലേ? നിന്റെ ഇക്കാക്ക് ഭക്ഷണ പാചകം ചെയ്തു കൊടുക്കൽ നിന്റെ ജോലിയല്ലേ? നിന്റെ ഇക്കയുടെ മക്കളെ പോറ്റി വളർത്തൽ നിന്റെ കടമയല്ല പെണ്ണേ. നിന്റെ ഇക്കാക്ക് നീ ഖിദ്മത്തെടുക്കൽ നിന്റെ ബാധ്യതയാണ് മോളെ. അതിനെ മറക്കാൻ പാടില്ല, അതിന്റെ ഹൃദയത്തിൽ നിന്ന് നീ മറന്നു പോവാൻ പാടില്ല. പിന്നെ എന്തിനാണ് ഇക്കാ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹിക്കയോട് ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അതിനിന്റെ ബാധ്യതയാണ് മോളെ, അതിനിന്റെ കടമയാണ് മോളെ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മനോഹരമായ മസ്ജിദുൻ നബവിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്ന സമയത്ത് ആയിഷ കുറച്ച് ഭക്ഷണം വേണം ആയിഷ, നല്ല വിശന്നുകൊണ്ട് വരികയാണ് ആയിഷ, ഞാൻ വിശന്നുകൊണ്ട് വരികയാണ് ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിൽ കൊടുക്കാനൊന്നുമില്ലായിരുന്നു. ഇവിടെ ഒന്നുമില്ലല്ലോ തങ്ങളെ, ഇവിടെ ഒന്നുമില്ലല്ലോ തങ്ങളെ, ഇവിടെ കഴിക്കാൻ ഒരു റൊട്ടി ഉണ്ടാക്കാൻ പോലുമുള്ള മാവില്ല തങ്ങളെ, ഒന്ന് ദാഹമകറ്റാൻ വെള്ളം പോലും ഇവിടെ ഇല്ല തങ്ങളെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ നമുക്ക് കഴിക്കാനൊന്നുമില്ലെങ്കിലും എന്താണ് പൊന്നുമോളെ, നീ ഇവിടെ ഇല്ലാത്ത വിഷയം ഒന്ന് നിനക്ക് പറഞ്ഞൂടെ ആയിഷ? നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ അവരെ നമുക്ക് സൽക്കരിക്കണ്ടേ ആയിഷ? നമ്മൾ പോവട്ടെ, നമുക്ക് കഴിക്കാനില്ലെങ്കിൽ പ്രശ്നമില്ല ആയിഷ. നേരെ മറിച്ച് നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥിയായി കടന്നു വരുന്ന പാവപ്പെട്ടവരെ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ആയിഷ. നീ എന്തേ അത് പറയാതിരുന്നത് ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്, ഉള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാറില്ലല്ലോ നബിയേ. ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ പറയാൻ പാടില്ല ആയിഷ. നീ എനിക്ക് ചെയ്ത സേവനങ്ങൾ ശരിയാണ്, നീ എനിക്ക് ചെയ്ത സേവനങ്ങളെല്ലാം ശരിയാണ്, നീ എനിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട് ആയിഷ. പക്ഷേ അത് എടുത്തു പറയൽ ഒരു പെണ്ണിന്റെ ഒരു നല്ലൊരു അടയാളമല്ല, അത് എടുത്തു പറയൽ പെണ്ണിന്റെ ഒരു നല്ല അടയാളമല്ല. അതുകൊണ്ട് അറിവിന്നിലാവ് കേൾക്കുന്ന 10,000 ഉമ്മമാരോട് നിങ്ങളെ വീടിന്റെ വെളിച്ചമാണ് ഉമ്മ, നിങ്ങളെ വീടിന്റെ പ്രകാശമാണ് ഉമ്മ, നിങ്ങളെ വീടിന്റെ വെളിച്ചമായി മാറേണ്ടവളാണ് നിങ്ങളെ. ഒരു ഇരുട്ട് നിറഞ്ഞ കുടുംബത്തിലേക്ക് പ്രകാശം ചെറിയാൻ വന്നവളെ, ഒരു ഇരുട്ട് നിറഞ്ഞ കുടുംബത്തിലേക്ക് വെളിച്ചമായി കടന്നു വന്നവരെ, ഒരു കുടുംബത്തിന് ഒരു അത്താണിയായി, ഒരു കുടുംബത്തിന്റെ ഒരു പ്രകാശമായി കടന്നു വന്ന മരുമക്കളെ, ഒരു കുടുംബത്തിന്റെ തണലായി മാറിയ പ്രായമുള്ള ഉമ്മമാരെ, നിങ്ങളും നിങ്ങളെ വീടിന്റെ വിളക്കാണെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ.
ഒരിക്കലും തന്നെ ചെയ്തു പോയ നന്മകൾ പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തു പോയ നന്മകളെ കുറിച്ചിട്ട് ഭർത്താവിനോട് ഇടക്കിടക്ക് പറഞ്ഞ് പരാതി പറയുന്ന പെണ്ണ് ആരാ? അവൾ മന്നാനയാ. യദ്ഖുലുൽ ജന്ന അന്നാനിയെ പോലെ മന്നാനയുടെ വിഭാഗത്തിലും പെട്ടവനെ നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം തരൂനായെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അറിവിന്നിലാമില്ലത് ഉസ്താദ് പറയുമ്പോ ഇത് പെണ്ണിന് മാത്രം ബാധ്യതയുള്ള കാര്യമല്ല. അറിവിൻ നിലാവ് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, ഇത് ഓരോ പുരുഷന്മാർക്കും ബാധ്യതയുള്ള കാര്യമാണ്. ഒരു പെണ്ണിന് മാത്രമല്ലല്ലോ, ഒരു പെണ്ണിന് മാത്രമല്ലല്ലോ, ഓരോ പുരുഷന്മാർക്കും ഇത് ബാധ്യതയുള്ള കാര്യമാണ്. ചെയ്തു പോയ നന്മകൾ എങ്ങനെ ചെറുപ്പക്കാരാ നമ്മൾ എങ്ങനെ എടുത്തു പറയാൻ പാടില്ല. ചെയ്തു പോയ നന്മകൾ മാത്രം നമ്മൾ എങ്ങനെ എടുത്തു പറയാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ അത് വാങ്ങി തന്നില്ലേ, നീ ചോദിക്കുന്നതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, നീ ചോദിക്കുന്നതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, എന്റെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്, എന്റെ വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിയ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന സ്വഭാവം ഇന്നത്തോടെ അവസാനിപ്പിക്കണം ചെറുപ്പക്കാരാ, ഇന്നത്തോടെ അവസാനിപ്പിക്കണം വാപ്പമാരെ. കാരണം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ സമീപത്തിലേക്ക് ഒരു പെണ്ണ് വന്നു കയറുമ്പോ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മണവാട്ടി വന്നു കയറുമ്പോ, ആ മണവാട്ടിയെ നല്ലതുപോലെ പരിചരിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ മോനെ, നമ്മുടെ ബാധ്യതയല്ലേ മോനെ. അവൾക്ക് ഡ്രസ് വാങ്ങിക്കൊടുക്കൽ എന്റെയും നിന്റെയും ബാധ്യതയല്ലേ, അവൾക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ കടമയാണ്, അവൾക്കൊരു രോഗം വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൽ നമ്മുടെ കടമയാണ്, അവൾക്കൊരു രോഗം വരുമ്പോ നീ ഇന്നലെ ഉസ്താദ് പറഞ്ഞതുപോലെ ഹന്നാനയാണെന്ന് പറഞ്ഞിട്ട് അവരെ തള്ളിവിടാതെ, ഉസ്താദ് ഇന്നലെ പറഞ്ഞതുപോലെ നീ ഹന്നാനയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ് ഊരി രക്ഷപ്പെടാതെ, ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് രോഗം വരുമ്പോ അവരെ പരിചരിക്കാനും അവർക്ക് ശുശ്രൂഷ നൽകാനും അവർക്ക് സമാധാനത്തിന്റെ വാക്കുകൾ പറയാനും പൊന്നുമോനെ നമ്മളല്ലാതെ ആരെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതുകൊണ്ട് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. വീടില്ലാതെ കഴിയുന്നവർക്ക് വീട് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവർക്ക് വസ്ത്രം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്, അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്തു പറയുന്നവരായി മാറരുത് നമ്മളെ. നേരെ ഭർത്താക്കന്മാരെ തിരിച്ചങ്ങനെ തന്നെയാണ്. ചെയ്തു പോയ കാര്യങ്ങൾ ചില ആളുകളുണ്ട്, ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പറയും, വല്ലാതെ പറയും വേണ്ട എനിക്ക് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, അന്ന് ഞാൻ അത് വാങ്ങി തന്നില്ലേ, അന്ന് ഇത് വാങ്ങി തന്നില്ല. ചില ആളുകൾ ഇങ്ങനെ മാത്രമല്ല വിഷയം, രണ്ടുപേരും കാരണം ചെയ്യല് ഇത് നമ്മുടെ ബാധ്യതയാണ്. ബാധ്യത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അതോടുകൂടി എല്ലാം തീർന്നോ? ആ നല്ല സുഖമായി, അതോടുകൂടെ എല്ലാം തീർന്നിട്ടില്ലല്ലോ. ആ പെണ്ണിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. എന്നിട്ട് അതിങ്ങനെ ചില ആളുകൾ അതിങ്ങനെ എടുത്ത് പറയും. അല്ലാഹ് അത് പാടില്ല, അത് മന്നാനയുടെ സ്വഭാവമാണ്. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അഹ്ലുസുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവവേദികളിലേക്ക് തത്സമയം മിഴി തുറന്ന് പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തികവിൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ.